തൊട്ടുമുന്നിൽ കാണുന്നത് അറബിക്കടൽ, തൊട്ടു പിറകിൽ കാണുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിന് രണ്ടിന്റെയും ഇടയിലായി നമ്മുടെ സ്വന്തം കോസ്റ്റൽ കിച്ചൺ. ചായ 2 കോഫി. അതായത് 100 പേർക്ക് ഇവിടെ വിശാലമായിട്ട് ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ടാണെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ കുറേ സ്ഥലം. പിന്നെ അതിന് പുറമെ റൂഫ്, ഇവിടുത്തെ ഹൈലൈറ്റ് റൂഫാട്ടോ. റൂഫിടുന്ന പക്ക എയർപോർട്ടിന്റെ വ്യൂ കാണാം. ഫ്ലൈറ്റ് ചെയ്ത് വിഷയം വന്നിറങ്ങും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കടൽ. ഓഫ് പക്ഷേ അൽഫാമിൽ 10 ഐറ്റംസാ? അൽഫാമിൽ 4 ഐറ്റം ഉണ്ട്. ഇത് നോർമൽ അൽഫാം, പെരി പെരി, പെപ്പർ, കാന്താരി, പിന്നെ ഹണി ചില്ലി ഉണ്ട്. അഞ്ചായി. യെസ്. പിന്നെ ഫിഷിൽ ഇപ്പം അവൈലബിൾ ഫിഷ് മാത്രം. ഫ്രഷ്. ഇത് ഗ്രില്ലാണ്. ഗ്രില്ല് ഇത് ആവോലിയാണ്. ഹമൂർ ഉണ്ടാവും. പിന്നെ ഷാഫി പൂല എന്ന മീനുണ്ട്. ഷാഫി പൂല അത് ഈ നമ്മളെ മലബാർ സൈഡിലുള്ള ഒരു മീനാണ്. അത് റയറാണ് കിട്ടാൻ. പിന്നെ ഹമൂറുണ്ട്, ചെമ്പല്ലി. ഇത് ആവോലിയാണ്. പിന്നെ കബാബോ? കബാബ് ചിക്കൻ്റെ ഷീക്കമ്പുണ്ട്, ഹരിയാലി ടിക്ക, നോർമൽ ടിക്ക, പിന്നെ മലായി ആണ്. നമ്മൾ ഓപ്പണിംഗ് 3:30 എല്ലാം സ്റ്റാർട്ടാവും. പിന്നെ അത് 1 o'clock വരെ രാത്രി. അൽഫാമിൽ ഇപ്പൊ നമുക്ക് ബട്ടർ റൊട്ടി, കുൽച്ച, അല്ലാതെ പൊറോട്ട, ചപ്പാത്തി, പുട്ട്, അപ്പം, ഇടിയപ്പം എല്ലാം ഉണ്ടാവും. ഈ കറിയിൽ നല്ലൊരു ഐറ്റം ഉണ്ട്. നല്ലൊരു കറിയിൽ ബീഫിന്റെ ആണെങ്കിൽ ബീഫ് ബെല്ലാരി ഉണ്ടാവും, ബീഫ് പള്ളിക്കറി. ബെല്ലാരി ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. പിന്നെ ഉള്ളത് നമ്മളെ ചിക്കൻ്റെ ആണെങ്കിൽ ചിക്കൻ ഏലിയാമെന്ന സ്റ്റൂ ടൈപ്പ് സാധനമാണ്. തേങ്ങാപ്പാൽ ഉണ്ടാച്ചത് അത് ഒത്തിരി സാധനം. പിന്നെ ചിക്കൻ്റെ കിലുക്കം ഫ്രൈ ടൈപ്പ് ഉണ്ട്. കിലുക്കം ഈ പേരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അത് ഫ്രൈ ആണ്. ഒരു 65 ടൈപ്പാണ് സാധനം. പിന്നെ ഫിഷിന്റെ ആണെങ്കിൽ ഫിഷിൻ മംഗോളിയൻ നമ്മൾ സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്. തേങ്ങാപ്പാലും മാങ്ങര എല്ലാം കൂടെ ഐറ്റമാണ്. നമ്മൾ ഫിഷിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കണം എന്ന് ഉറപ്പിച്ചു തരാൻ പറ്റിയ ഐറ്റം എന്താ? ചെമ്പല്ലിയും ഹമൂറും ആണ്. ഗ്രില്ലാണെങ്കിൽ ഹമൂറും പിന്നെ ചെമ്പല്ലി നമ്മൾ പൊളിക്കാൻ പോവാ. ഒരു വേറെ വെറൈറ്റി ആയിട്ട് കേട്ടോ, ചിക്കൻ ഓംലേറ്റ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സാധാരണ നമ്മൾ ഓംലേറ്റ് ചിക്കൻ ഇട്ടിട്ട് തരും. പ്രകൃതി കൊള്ളാം. എല്ലാം വെറൈറ്റിയാണ്. നമ്മുടെ കല്ലുമക്കായ നിറച്ചത്, പിന്നെ അടുത്ത കാലത്ത് ഹിറ്റായ കൂന്തൽ നിറച്ചത്, പിന്നെ ചട്ടിപ്പത്തിരി, അങ്ങനെ പഴം നിറച്ചത്, ഉന്നക്കായ, അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റവും. അതായത് മലബാറിൽ കിട്ടുന്ന എല്ലാ ഐറ്റവും നമ്മൾ ഇവിടെയും കിട്ടും കേട്ടോ. നമ്മൾ ജ്യൂസിൽ ഇപ്പം എന്തൊക്കെയാണ് വെറൈറ്റി വരുന്ന ഐറ്റം? ജ്യൂസിലെല്ലാം മൊയ്ത്തോ ഉണ്ട്, ഷേക്സ് ഉണ്ട്, കണ്ണൂർ കോക്ടെയിൽ ഉണ്ട്. നമുക്കൊരു ഷേക്ക് എടുക്കാം, ഫലൂഡ ഷേക്ക് എടുക്കാം. ഒരു ഫലൂഡ ഷേക്ക്. നമ്മൾ 29 സ്റ്റാഫ് ഉണ്ട്. അത് ഒറ്റ ഷിഫ്റ്റിൽ വൈകുന്നേരം 3:30 സ്റ്റാർട്ട് ചെയ്യുന്നു. 1 o'clock മിഡ് നൈറ്റ്. സർക്കാർ നൈറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ ബീച്ചെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഐറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മൊത്തം ഐറ്റം നിരത്തുകയാണെങ്കിൽ 2-3 ടേബിൾ വേണ്ടി വരും. നമ്മളെ ചെമ്പല്ലി വാഴയിൽ പൊള്ളിച്ചത്, അതുപോലെ തന്നെ ആവോലി ഗ്രില്ല്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ കാറ്റിന്, ശംഖുത്തെ കാറ്റിന് ഒറ്റ മണമേ ഉള്ളൂ, നല്ല ഫിഷിൻ്റെ മണം. ഇതാണ് നമ്മളെ വേറെ വെറൈറ്റി, ചിക്കൻ ഏലിയാമ. അങ്ങനെ ഒരുവിധം വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് തുടങ്ങാം. നല്ല ചൂടപ്പം ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഫിഷിലേക്ക് എടുത്തിട്ട് പൊളി. അപ്പോൾ ചിക്കൻ ഏലിയാമ കൂട്ടിയിട്ട് അപ്പം
പിന്നെ ബട്ടർ നാൻ, മന്തി റൈസ്, അങ്ങനെ ഐറ്റം വേറെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പം പറഞ്ഞു വെച്ചാൽ അപ്പം ഈ ചിക്കൻ ഏരിയ കഴിക്കാൻ ഒരു ആഗ്രഹം കൊണ്ടാണ്. കിലുക്കാൻ വേണ്ടി വന്നു. എന്താ ചിക്കൻ കിലുക്കോ? ചിക്കൻ കിലുക്കോ അത് നമ്മൾ ഫ്രൈ അല്ലേ? നൈസ്. പൊളിച്ചു. നമ്മളെ കോസ്റ്റൽ കിച്ചൻ്റെ ഹൈലൈറ്റ് തന്നെ കേട്ടോ ഈ ആംബിയൻസ്. എന്തൊരു ആംബിയൻസാണ്. കാരണം നൈറ്റ് വന്നു കഴിഞ്ഞാൽ കഥയും പറഞ്ഞ് അടിച്ചു പൊളിച്ച് തകർത്ത് പോവാം. ലൈം എടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ പിഴിയുക. ഇതൊരു കഷ്ടം. ഇങ്ങനെ ചൂടോടൊക്കെ ഇങ്ങനെ ഗ്രില്ല് പൊളിച്ചാണോ ഗ്രില്ല് തകർത്തു. സെറ്റ് ലൊക്കേഷൻ വേറെ ഒന്നും പറയാനില്ല. ശംഖുമുഖം ബീച്ച്. ശംഖുമുഖം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ കിച്ചൺ കാണാം. സംഗതി വസൂൽ. ഇപ്പോൾ തൽക്കാലം ഞാൻ മെല്ലതൊക്കെ കഴിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് വിട്ടേക്കും. പോട്ടെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ.